സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ കൂടി ചെലവഴിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, നേരത്തെ തന്നെ അതിതീവ്ര വിഭാഗത്തിലേക്ക് മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രളയത്തെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ടായിരുന്നു. എംപിമാരിൽ നിന്ന് തുക ഈടാക്കാം, അല്ലെങ്കിൽ വിദേശ ഏജൻസികളിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനത്തിന് സഹായം തേടാം. പക്ഷേ അധിക തുക, പ്രത്യേക പാക്കേജ് കേരളത്തിന് ലഭിക്കുമോ? ഒപ്പം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക ചിലവാക്കാൻ സാധിക്കുമോ? അത്തരം സംശയങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ കോടതി? അഭിലാഷ്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമാണെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ദുരന്തം ബാധിതരുടെ ഭാഗം കേൾക്കാതെയാണ് സർക്കാർ പുനരധിവാസ തീരുമാനമെടുത്തതെന്ന് ഒരു പ്രദേശവാസി പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ആക്ഷേപങ്ങൾ അമിക്കസ് ക്യൂറിയെ അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ആ കാര്യവും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ കൂടി ചെലവഴിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെ പറ്റി ചോദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇളവ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. 120 കോടി രൂപ കൂടി ചെലവഴിക്കാം എന്നാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുനരധിവാസ വിഷയം വീണ്ടും അടുത്ത തവണ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. അതുപോലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നതിനും അതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്നുള്ള സത്യവാങ്മൂലവും കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.